നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്ന സായം സമയത്തല്ല, അതിരാവിലെയാണ്. നല്ല മഴക്കൂരാപ്പ്, നല്ലൊരു അന്തരീക്ഷം. നമ്മളിന്ന് ആദ്യത്തെ അതിഥി തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്ക് പോകുന്ന വഴിയിൽ മണനാക്ക് കഴിഞ്ഞ് കവലിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട ഓട്ടോ ചേട്ടൻ്റെ വീട്ടിൽ, പഴയ വീടുകളിൽ നോക്കിയേ, പഴയ ഒരു സൂപ്പർ വീട്, കിടുക്കച്ചി വീട് അല്ലേ. ഇന്നത്തെ പുതിയ വീടുകൾക്കകത്തൊക്കെ AC വേണം കിടക്കണേ, ഫാൻ വേണം, ഇതിനകത്തൊന്നും ഒന്നും വേണ്ട, അടിപൊളി വീട്, സൂപ്പർ വീട്. എന്തായാലും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ അവിടുത്തെ അമ്മയും ചേട്ടനും അവിടെ നിൽക്കുമ്പോൾ പുറത്ത് ഒരു അതിഥി ഇങ്ങനെ ഇഴഞ്ഞു വന്ന് 2 ടയർ ഇപ്പോൾ ടയറിൻ്റെ ഇടയിലോട്ട് കയറി. പിന്നെ അവർ അങ്ങോട്ട് വരും. അവിടെ കസേരട്ട് അതേ ഇരിപ്പാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ആരാണ്, എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നോക്കിയേ, പഴയ വെട്ടുകളുണ്ടുള്ള വീടും, പഴയ വീട്, പഴയ വാതിൽ, ഈ സ്ഥലം സൂപ്പർ. പക്ഷേ കണ്ടോ, ഇവിടെയൊക്കെ ചപ്പ് കയറി കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് വയസ്സായ ആൾക്കാരെ കാണുള്ളൂ, അതുകൊണ്ടായിരിക്കും അതൊന്നും ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. സന്തോഷം. അയ്യോ അടിപൊളി. ഒരിടയ്ക്ക് ഭയങ്കര പ്രചാരമായിരുന്നു ഈ മുന്തിരി ക്യാൻസറിന് നല്ലതാണെന്ന് പറഞ്ഞ് ഭയങ്കര കച്ചവടത്തിൽ ആൾക്കാർ വിറ്റ് കാശുണ്ടാക്കി എന്നുള്ളതാണ്. അത് ആരെങ്കിലും ഒരു വാർത്ത എവിടെയെങ്കിലും ഇട്ടാൽ അതിനെ ഉടനെ ആൾക്കാർ ലാഭത്തിൽ കൊയ്യുന്നത്, ഭയങ്കര വിലയ്ക്ക് വിറ്റ് ആ ഒരിടയ്ക്ക് ആൾക്കാർ വിറ്റ്. ഇത് ഭയങ്കര ഔഷധ ഗുണമാണിത്, അതിൻ്റെ മാവുണ്ട്, ക്യാൻസറിൻ്റെ ഞരമ്പുകളെ കൊല്ലുമെന്ന്, അതിൻ്റെ കോശങ്ങളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ആരോ പറഞ്ഞപ്പോൾ ഇതൊന്ന് ഭയങ്കര വാർത്തയാക്കി. നോക്കിക്കോളൂ, ഇതൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാനില്ല, സിറ്റിക്കകത്തുനിന്ന് കാണാനില്ല. പക്ഷേ ഔഷധമുള്ള സാധനം. ഇതിനകത്ത് മാവ് ആണ് കൂടുതൽ, മാവ് പോലെയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ്, എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എന്തായാലും നല്ല ഗ്രാമ അന്തരീക്ഷം നിറഞ്ഞൊരു വീട്. പിന്നെ നമ്മളറിയാം എന്ത് അടിപൊളി, ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് നല്ല പച്ചപ്പുള്ള സ്ഥലം, നല്ല സൂപ്പർ. എനിക്കൊന്ന് പുള്ളിക്കാരൻ ഇവിടെ എല്ലാ കോഴിയും എല്ലാം വളർത്തിയിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊക്കെ പോയി. പപ്പായ, കപ്പ, പിന്നെ പ്ലാവ്, അതുപോലെ നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പഴം സീതപ്പഴം. കണ്ടോ, സീതപ്പഴമൊക്കെ അടിപൊളി, എല്ലാം നാടൻ സീതപ്പഴം. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവച്ച് വിൽക്കുമ്പോഴത്തെ വളമിട്ട് കൊണ്ടുവരണമല്ല, നല്ല നാടൻ സീതപ്പഴം എല്ലാം ഉണ്ട്. നോക്കി ഒരു കൊച്ചൊരു പഴയ വീട്, നോക്കി എന്ത് ഐശ്വര്യം നോക്കിയാൽ കാണാൻ. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? സുഖം. നമ്മൾ ഈ മുഖം എവിടെയാണ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ ഫോട്ടോ ഇതിനു മുന്നേ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് പാമ്പിനെ എടുത്തു. എത്ര വർഷമായി? അതെന്താ അമ്മയ്ക്ക് എന്ത് പറ്റി? കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത്? എത്ര നാളായി? ഇപ്പൊ എത്ര നാളായി അമ്മക്ക് ഇങ്ങനെ വന്നിട്ട്? 10 വർഷമാവും. ഇപ്പൊ എവിടെയാ കണ്ടെന്ന് പറഞ്ഞത്? ഇതിന് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ എവിടെയാ? ഇതിനകത്ത്, വെളിയിൽ പോയിട്ടില്ല. ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. ഹലോ, എന്താണ്? ഒരു പുതിയ നായകൻ ഇവിടെ നിൽക്കുന്നല്ലോ. എന്താ പേര്? ഹരി നന്ദേഷ്. അതിനകത്താണ് ഒരു അതിഥിയെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം അതിനകത്ത് ആരാണെന്നുള്ളത്. ഈ ഇടത് സൈഡിലോട്ടല്ലേ? ഈ ടയറിൻ്റെ അടിയിൽ കയറി എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, അവരും കണ്ടിട്ടില്ല. വാല് മാത്രമേ കണ്ടുള്ളൂ ഇങ്ങോട്ട് പോകുന്നതായിട്ട്. അറിയാലോ, നമുക്ക് ടയറിനകത്തിരുന്നൊക്കെ നമുക്ക് പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതിനകത്തൊക്കെ ഇരുന്ന് അറിയത്തില്ല, അവർ എങ്ങോട്ട് പോയെന്നൊന്നും കണ്ടിട്ടില്ല. അവിടെ അതിൻ്റെ അകത്തോട്ട് കയറുന്നതേ കണ്ടുള്ളൂ. പക്ഷേ എന്തായാലും ഇതിൻ്റെ അടിയിലില്ല. പിന്നെ ഇതേ ഉള്ളൂ. ഓ, ഇഴഞ്ഞ പാട് നടക്കണം. ഓ അടിപൊളി. ഇവിടെ കാണാം. എൻ്റെ അമ്മ, ഗമട്ടനാണത്, സൂപ്പറാണ്. ഇതാ നോക്കിയേ, ഗമട്ടൻ. എൻ്റെ അമ്മ, ഇതാ നോക്കി ഒരു തടിമാടാണ്. എൻ്റെ അമ്മ, ഇതൊക്കെ എവിടെ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമാണ്. എൻ്റെ യാത്ര നോക്കി. എൻ്റെ അമ്മ, ആ കൊച്ചുകുട്ടി, വയ്യാത്ത അമ്മയും
ആ ചേട്ടനെ എടുത്താൽ നോക്കിയതാ ഈ വലയിലെങ്ങാനും കുരുങ്ങിയെങ്കിൽ ഇന്ന് ഇതാണ്ട് വലയിൽ കുരുങ്ങിയില്ല. വലയിൽ കുരുങ്ങിയനെ കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ ഇതിലെ കൂടെ പോകാൻ ശ്രമിച്ചെങ്കിൽ ഇതിൽ വലയിൽ കുരുങ്ങിയനെ. അപ്പോൾ എന്തായാലും വലയിൽ കുരുങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേണം ഞാൻ നല്ല സൂപ്പറാണ്. ഒറ്റ അണലി മഴ നനഞ്ഞൊരു പരിവായി നോക്കിയേ. മഴയത്തോടെ കിടന്നിട്ട് മഴ ഉറച്ചപ്പോഴത്തേക്ക് അകത്തോട്ട് കയറിയതാണ്. സത്യമായി ഇതിനകത്ത് വേറെ മാളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ മാളം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആശാൻ സ്ഥലം വിട്ടേനെ. ഇതാ ഇതൊക്കെ മാളമുണ്ട്, പക്ഷേ അകത്തോട്ടില്ല. ഞാൻ എപ്പോഴും വൃത്തിയാക്കി ചെയ്യുന്ന നമുക്ക് ഇത് എങ്ങോട്ടെങ്കിലും വീണ്ടും കയറിപ്പോയാൽ കാണാമല്ലോ. ഇതാ ഇത് കണ്ടോ എഴഞ്ഞപ്പാട്. ഇതാ നോക്കിയേ എഴഞ്ഞപ്പാടുണ്ടോ? അടിപൊളിയായിട്ട് നല്ല പാട് നോക്കി എഴഞ്ഞപ്പാട് എഴുതി ചേർന്ന പാട്. അപ്പോൾ അവിടെ നിന്ന് അവർ വാല് മാത്രമേ കണ്ടുള്ളൂ. നല്ല നെടുനട കിടക്കായിരുന്നു. ഇതാ അടിപൊളി. അപ്പം നമുക്ക് എന്തായാലും ഞാൻ ഈ തടിയും കൂടെ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് വെറൈറ്റി കളർ നോക്കൂ. നമുക്കിവിടെ ഒരുപാട് നമ്മുടെ യാത്രക്കിടെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 1, 2, 3, 4 കളറുകളല്ല ഇങ്ങനത്തെ കളറുകളല്ല നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നമ്മൾ കർണാടകത്തിലും മഹാരാഷ്ട്രയിലൊക്കെ പോയ സമയത്ത് വേറെ സൈസ് കൂടുതൽ വേറെ പാറ്റേണുള്ള, അതായത് ഈ പാറ്റേണുള്ള ഇതിനുള്ള കളർ വ്യത്യാസം ഉള്ള അണ്ടകളെ പരിചയപ്പെടും. എന്തായാലും നമുക്ക് സൂക്ഷിക്കേണ്ട സമയമാണ്. ഒരു കാരണവശാലും നിങ്ങൾ അശ്രദ്ധമായിട്ട് സഞ്ചരിക്കരുത്, അശ്രദ്ധമായിട്ട് സാധനങ്ങൾ വാരി കൂട്ടി വെക്കരുത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പ് കടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കട്ടിലിൽ കിടന്നിറങ്ങുന്ന കുട്ടിക്ക് ഒരു അണലിയുടെ കടിയേറ്റ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മറന്നു പോകാതിരിക്കുക, ഓർക്കണം. നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. പാമ്പുകളുടെ എണ്ണച്ചേരൽ, അണലിയുടെ എണ്ണച്ചേരൽ നവംബറിന് തൊട്ട് മുന്നേ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ തീവ്രമായ, അതായത് അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഈ തീരുന്ന സമയത്ത് പിന്നെ ഭയങ്കര എല്ലായിടത്തും എണ്ണച്ചേരൽ കാണാൻ നമുക്ക് പറ്റുന്നു. എൻ്റെ ഇത്രയും വർഷത്തെ യാത്രക്കിടയിൽ ഒരുപാട് ഈ അവസാനം ഈ നവംബറിൽ തുടങ്ങുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഡിസംബറിൽ പകുതിയാകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ജനുവരി ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നിരന്ന് പല സ്ഥലത്തും ഒരു ദിവസം 10ഓളം സ്ഥലങ്ങളിൽ നിന്നൊക്കെ എണ്ണച്ചേർന്ന് വിളിച്ച കേസുകളുണ്ട്. പക്ഷേ എനിക്ക് എത്താൻ പറ്റില്ല. 2-3 പറമ്പിലൊക്കെയാണ് ഞാൻ ഒഴിവാക്കി വിടുകയുള്ളൂ. പക്ഷേ ഇത് നോക്കുക, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ട എന്നറിയപ്പെടുന്ന അതിൽ തന്നെയാണ്, അണലി തന്നെയാണ് നമുക്ക് കാണാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇതും നോക്കിയതാ, ഇതും പെണ്ണതിഥി കണ്ടോ? വാല് നോക്കുക പെണ്ണതിഥി നല്ല സൈസുള്ള. എൻ്റെ അമ്മോ, ഇതൊക്കെ എണ്ണ ചേർന്ന് പ്രസവിക്കുകയാണെങ്കിൽ ഒരു 40-ലേറെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അത്ര ഗ്രോത്തുള്ള ഒരു ഫീമെയിലാണ് പെണ്ണതി. ഇവിടെ നമ്മൾ ഈ പറമ്പ കണ്ട് ഏരിയ കൊണ്ട് ഒരു 7 വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ അതിർത്തിയിൽ ഒരു വല കടന്ന വലയിൽ ചുറ്റി അപകടത്തിൽപ്പെട്ടവരാണ്. മൂർഖനതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അണലിയാണ്, ചേനത്തണ്ണാണ്. അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ചാക്കിലാക്കണം. ചാക്കിങ് തരാമോ? ചാക്കിലാക്കുകയാണ് അദ്ദേഹത്തിന്. നമ്മൾ കടിക്കണം ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കവലിയൂരത്തെ നമ്മളെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ ഷെഡിനകത്തിരുന്ന അണലി അതിഥിയെ പിടികൂടി കഴിഞ്ഞു. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി നമ്മുടെ കവലിയൂർ
അണലി അതിഥിയെ എടുത്ത് ചാക്കിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് അടുത്ത കോള് വരുന്നത് നമ്മളെ കുറക്കട കോരാണി കുറക്കട എന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെയും മെനിങ്ങാന്ന് നാലാന്നൊക്കെ കുറക്കട മേഖലയിൽ ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ഒരുപാട് എന്ന് വെച്ചാൽ എല്ലാ അണലികളായിരുന്നു. ഒരു മൂർക്കിനടിച്ച് ബാക്കി എല്ലാ അണലികളായിരുന്നു. ഒരാഴ്ച കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഡയറി നോക്കിയാൽ ഒരു 10ഓളം കേസിൽ ഇവിടുന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ അണലി അതിഥികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അടുക്കളയ്ക്കകത്ത് ഒരു അതിഥി ഇങ്ങനെ സാധനങ്ങളൊക്കെ തള്ളിയിട്ടിട്ട് ഇങ്ങനെ അടുക്കള എന്താ ഗ്യാസ് ഊറ്റിയുടെ പുറകിൽ അങ്ങനെ പതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സമയങ്ങൾ അതിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ അതിഥി ആരാണെന്ന്. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? സുഖം. വന്നിട്ടുണ്ടോ അല്ലേ? പുളിന്തുരുത്തിയിൽ പെരുമ്പാമ്പെടുക്കാനാണ് നൈറ്റ് രാത്രിയിൽ അല്ലേ? എന്നാ രാത്രി പറമ്പ് മൊത്തം കൊണ്ട് രാത്രി കാട് മൊത്തം കൊണ്ട് കയറി ഇറങ്ങിയത് അല്ലേ? കിട്ടിയില്ലല്ലോ, നമുക്ക് കിട്ടിയായിരുന്നു. അമ്പലപ്പറമ്പ് മൊത്തം അത് കുറേ അതിന് ശേഷം അതിന് മുന്നേ ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ അകത്തോ പോയിട്ടില്ല കൊണ്ട് ആ സമയം തൊട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം പാമ്പ് വീട്ടിനകത്തിരിക്കുമ്പോൾ സുഖമായിരിക്കുന്നതിന് ചോദിക്കുന്ന ഒരു സുഖമില്ല. കേൾക്കുമ്പോൾ തന്നെ എവിടെ മക്കളെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? പോയിട്ടില്ല. ഓ, ഇവിടെ ഇരുന്നല്ലേ? ഓ, ഇത് മേളിൽ ഇരുന്നപ്പോൾ നിങ്ങൾ വെട്ടി കാണും അല്ലേ? അപ്പോഴും നേരെ താഴ്ചാടി എല്ലാം. ഓ, ഇത് ഓപ്പൺ ആയിരുന്നല്ലേ? ഓ, അവിടെ നിന്ന് കയറിയല്ലേ? ഇത് അതാ ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഓ, അങ്ങനെ കയറിയുണ്ട്. അപ്പോൾ ഇതിനകത്തുണ്ട് ഉറപ്പായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് കാണാം. നമ്മൾ കണ്ടു, അവർക്കും ഏകദേശം ഉറപ്പായി ആളാരാണെന്ന്. ഇതാ ഇരിക്കുന്ന ഒരാൾ വിശാലമായിട്ട് ആരെന്നറിയാം? നമ്മുടെ സംസ്ഥാന ഉരകം, നമ്മുടെ എന്താ പറയുക ചേര. ഇതാ നോക്കിയുള്ളൂ, ഇതൊരു കറുത്ത കളർ. കാരണം ഇത് കറുപ്പും മഞ്ഞയാണ് അടങ്ങിയിരിക്കുന്നത്. കാരണം പച്ചയും മഞ്ഞയും പച്ചയും കറുപ്പും ഇതൊക്കെ 3-4 കളർ അടങ്ങി. ഇതിപ്പോൾ നമ്മളെന്തായാലും ഒരു വലിയ പുള്ളി പറഞ്ഞ കണക്കൊരു വലിയ സാധനം ഇതുണ്ടോ? ഇത് കണ്ടാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് അമ്മമാരും എല്ലാം എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയറിയെന്ന് അവരുടെ അവസ്ഥ എന്താണ്? പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് മറിഞ്ഞങ്ങ് വീഴും. വല്ല മതിലിലെ ഗ്യാസ് കുറ്റിയിലൊക്കെ അടിച്ച് ചെവറിലെ ഗ്യാസ് കുറ്റിയിലെ സ്ലാബിലൊക്കെ അടിച്ചാൽ കഥ പറഞ്ഞു, പിന്നെ ഹോസ്പിറ്റലൈസ്ഡായി. ഇപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാനില്ല, നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ എടുക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം. കുഴപ്പം. നന്നായിട്ട് കടിക്കും. വാലുണ്ടോ? വാല് കട്ടായിരിക്കുന്നുണ്ടോ? വാല് കട്ടായിരിക്കുന്നത്. നിങ്ങൾ കീരി വല്ലം മാളത്തിൽ കയറിയപ്പോൾ കീരി വല്ലം പിടിച്ചായിരിക്കും വാല് കട്ടായത്. സാധാരണ ചേര നന്നായിട്ട് കടിക്കും, നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണിൻ്റെ പോള കടിച്ച് പറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കടികൾ ചേരാതിൽ കിട്ടി. ഇതും കടിക്കാനുള്ള ടെൻഡൻസിയാണ് അദ്ദേഹത്തിനുള്ളത്. നല്ല ചാടി വരുന്നത് തന്നെ കടിക്കാനാണ്. അത് പേടിച്ചിട്ടാണ്, അല്ല വേറൊന്നുമല്ല, പേടിച്ചിട്ടാണ്. നോക്ക്, പിന്നെ നമ്മുടെ ഈ പറമ്പുണ്ടല്ലേ, അയ്യം കിടക്കുന്നുണ്ടോ? അയ്യോ, ലോകത്തുള്ള പറമ്പുകളെല്ലാം കാടുക. അപ്പോൾ ഇവയൊക്കെ വന്നിരിക്കാം, വസിക്കാനുള്ള സാഹചര്യം ഉണ്ട്. നോക്കിയുള്ളൂ, നല്ല സൈസുള്ള. എനിക്ക് തോന്നുന്നു ഇത് കടിക്കുക, ഈ വായി തുറന്ന് വരുന്നത് കടിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, വായി തുറന്ന് ഇങ്ങനെ വരുന്നത് കടിക്കാനാണ്. കണ്ടോ, ചുമ്മാ കടിക്കാനാണ് വരുന്നത്. നോക്കിയില്ല, 7 അടി. എനിക്ക് തോന്നുന്നത് 7 അടിയിലേറെ. വാല് കട്ടായി പോയിരിക്കുന്നു. വാല് കട്ടായില്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇത് തന്നെ വാല് കട്ടായിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഒരു 7 അടിയിലേറെ നീളമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പടം പൊഴിച്ച് കാണുന്നതിൽ നീളം കൂടിയ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും വിചാരിച്ചോളൂ ചേരയാണെന്ന്. അതിലുപരി കടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്, അല്ല വേറെ ഒന്നുമല്ല. കടിക്കാൻ വേണ്ടി ആട വീർത്ത് പറഞ്ഞാൽ കടിക്കാൻ വേണ്ടിയാണ്. നല്ല സൈസ് കടി വെച്ചാൽ അവന് കുതിച്ച് ഇങ്ങനെ കടിക്കണം. എനിക്ക് അങ്ങനെ കടിച്ച സമയത്ത് തന്നെ എനിക്ക് കണ്ണിൽ കടി വീണിട്ട് എനിക്ക് കണ്ണിൻ്റെ ഈ പോള ഇങ്ങനെ മൊത്തം കടിച്ചെടുത്തു. ഇടത്തെ കണ്ണിൻ്റെ പോള മുഴുവനും കടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വീട്ടിലെ ചട്ട പൊടിച്ച് വെച്ചാൽ ഈ ഡയമണ്ട് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും വിചാരിച്ചോളുക അത് ചേരയാണെന്ന്. പാമ്പിന് ഡയമണ്ട് അല്ല, പാമ്പിന് ഓവൽ ഷേപ്പാണ്. പിന്നെ ഈ കറുപ്പ് വാലിൻ്റെ അറ്റം കണ്ടാൽ കറുപ്പും മഞ്ഞയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെച്ചുള്ള ചേരുന്നുണ്ട്. വാലിൻ്റെ അറ്റത്ത് ഈ മഞ്ഞയും കറുപ്പും വരുന്നത് ചേരയുടെ ഒരു പ്രത്യേകതയാണ്, ഓർത്ത് വെക്കണം. ഈ പാറ്റേൺ വരുന്നതും ചേരുന്നു. പിന്നെ നമ്മുടെ തല, ചെറിയ തല, അതിലുപരി കണ്ണ് എപ്പോഴും പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, നാക്ക് നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നു. അത് ചേരയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ ആട ഇറക്കി കടിക്കാൻ വരും. അത് മാത്രമല്ല ഇങ്ങനെ തറയുന്ന എണീറ്റ് ഇങ്ങനെ നോക്കും. നല്ല ഹൈറ്റിൽ ഇങ്ങനെ എണീറ്റ് നോക്കാൻ പറ്റും. അതാണ് ചേരയുടെ പ്രത്യേകത. നല്ല ഹൈറ്റിൽ പകുതി ലേശം ഒരു 5 അടി ഉണ്ടെങ്കിൽ 2-2.5 അടി പൊക്കത്തിൽ ഇങ്ങനെ ചുമ്മാ തല ഇങ്ങനെ പൊന്തിച്ച് വെച്ച് ഇങ്ങനെ എണീറ്റ് നോക്കാൻ പറ്റും ചപ്പിനകത്തൂടെ. അതാണ് ചേരയുടെ ഒരു പ്രത്യേകത. നന്നായിട്ട് കടിക്കുന്നു. കടിച്ചെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, നോൺ വെനമസ് ആണ്. വേറെ നന്നായിട്ട് മുറിയും.
നല്ല ആഴത്തിൽ മുറിവുണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ടി ടി എടുക്കണം. പിന്നെ എലിയൊക്കെ പിടിക്കുന്ന സാധനമല്ലേ, അപ്പോൾ അതിൻ്റെ അണുക്കൾ വായിക്കാത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ടി ടി എടുത്ത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്കത് പിന്നീട് ഇപ്പം ചിലപ്പോൾ അലർജിയോ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ ആദ്യത്തെ അതിഥി തന്നെ നമുക്ക് അണലി അതിഥിയായിരുന്നു, വീട്ടിനകത്ത് റൂമിനകത്തിരുന്ന അണലി അതിഥി. രണ്ടാമത്തത് ഇതാ ഈ നല്ല മുട്ടക്കാട്ടൻ എന്ന് ഒരു 7 അടിയോളം നീളം വരുന്ന, 7 അടിയിലേറെ നീളം വരുന്ന നല്ല ഒന്നാം തരം ഒരു ചേര അതിഥി, മഞ്ഞച്ചേര, ദേശീയ ഉരകം എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ നമ്മുടെ വനം വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന അതിഥിയാണ്. ഇതിനെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പണ്ടൊക്കെയാണെങ്കിൽ ആളുകൾ ഇപ്പോഴും തല്ലിക്കൊല്ലുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ദേശീയ ഉരകമായപ്പോൾ പിന്നെ അതിനെ ബഹുമാനിക്കേണ്ടത്, നമ്മളവനെ ബഹുമാനിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ അമ്മ പെങ്ങന്മാർക്ക് ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ പേടിയുണ്ടാക്കുന്നൊരു അതിഥി കൂടിയാണ്. അത് അടുക്കളയ്ക്കകത്തൂടെ കയറി കിച്ചൺ അല്ലെങ്കിൽ എന്തെങ്കിലും കബോർഡിനകത്ത് കയറിയിരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയക്കകത്ത് കയറുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗോഡൗണിനകത്ത് കയറുന്ന, അല്ലെങ്കിൽ സ്റ്റോർ റൂമിനകത്ത് കയറുന്ന അവരെ പേടിപ്പിക്കുന്ന ഒരു അതിഥി കൂടിയാണ് ഇദ്ദേഹം. നമ്മളെന്തായാലും സമയം കളയുന്നില്ല, ഒരുപാട് കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട്. നമ്മുടെ ചേര ആശാൻ നമ്മൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ 2 അതിഥികളുടെ, നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഷെഡിനകത്തിരുന്ന അണലി അതിഥിയുടെയും വീട്ടിനകത്ത് കിച്ചണിനകത്ത് അല്ലെങ്കിൽ അടുക്കളയ്ക്കകത്ത് ഗ്യാസ്കുറ്റിയുടെ പുറകിലിരുന്ന ചേര അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.